കമ്മ്യൂണിസ്റ്റാണ് 51 41 വെട്ടുവെട്ടാൻ അതിന് ഗൂഢാലോചനയിൽ പങ്കാളിത്തം വഹിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. റജിൽ മാക്കുറ്റിക്ക് അത്രയുള്ള വിവരം ഉണ്ടെങ്കിൽ അത് ഇന്നലെ പിരിച്ചുവിട്ട മറ്റേ അങ്ങേരുണ്ടല്ലോ ഒരു അധ്യക്ഷൻ, ട്രഷററോ മറ്റോ, അദ്ദേഹത്തോട് പോയി സംസാരിച്ചാൽ മതി. അദ്ദേഹം കൃത്യമായിട്ട് റജിൽ മാക്കുറ്റിയുടെ കാര്യം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ എയറിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുതരും. അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങളുടെ ഇൻ ഗ്രൂപ്പ് വിഷയങ്ങളൊക്കെ ആയിരിക്കും. നേരത്തെ ഈ വിഷയം എന്നെ കുറിച്ച് ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞു? വ്യക്തിപരമായി ആക്ഷേപിച്ചു. എന്താണ് പറഞ്ഞത്? ഏത് ട്രഷറാണ് പറഞ്ഞത്? താങ്കൾ എന്താ പറഞ്ഞത്? ഏത് ട്രഷറാ പറഞ്ഞത്? ആർക്കെതിരെ ആര് പറഞ്ഞു? പറയൂ. താങ്കൾ ഉണ്ടയില്ലാതെ വെടിവെക്കറ്. ഉത്തരം കിട്ടാതെ കൊഞ്ഞനം കുത്താൻ പാടില്ല. വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണോ? താങ്കൾ എവിടെയാണ് ഈ ചർച്ചയ്ക്ക് പങ്കെടുത്തത്? റജിൽ മോഹൻ എന്ന് പറഞ്ഞ ആരെങ്കിലും അത് ആര് ചോദിക്കണോ? എനിക്കറിയില്ല. താങ്കളെ പോലത്തെ ഇതൊരു വിവരം കെട്ട ആളൊക്കെയാണ് ഈ പാർട്ടിയുടെ അതെ 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 താങ്കളെ പോലെ ഈ വിവരം കെട്ട ആളെയൊക്കെ എന്തിനാ രാഷ്ട്രീയ ചർച്ചക്ക് വിളിക്കുന്നത്? ഇയാൾക്ക് പഠിച്ചിട്ട് താങ്കൾ പറയുന്ന മുഴുവൻ കളവാണെന്നും താങ്കൾ ഒന്നും കേൾക്കാതെയാണ് പറയുന്നതെന്നും താങ്കൾ ചർച്ചയിൽ ബോധ്യപ്പെട്ടു. താങ്കളാണ് CPM റജിൽ മാക്കുറ്റിയാണെന്ന് ഞാനല്ലേ ചോദിച്ചത്. മാക്കുറ്റിയാണോ തേങ്ങാക്കുറ്റിയാണോ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചത് റജിൽ മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. ശരി, പറയുന്നില്ലല്ലോ. അതിനു മുമ്പ് എന്നെ എന്തോ വലിയ അപരാധം ചെയ്തെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, റജിൽ മോഹനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായല്ലോ. റജിൽ മോഹൻ എന്ന് പറഞ്ഞിട്ട് ആളെ കുറിച്ചാണ് പറഞ്ഞത്. റജിൽ തന്നെയാണല്ലോ. ശരി, ശ്രീ റജിൽ മാക്കുറ്റി, താങ്കളെ കുറിച്ചല്ല പറഞ്ഞത്, മാറിപ്പോയതാണ്. ഓക്കെ, ഇനി ഈ വിഷയത്തിലേക്ക് വരും. അതായത് ഇവിടെ ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഒരു ജയിലിൽ നിന്ന് ഒരു ജയിലിലേക്ക് എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴാണ് കണ്ണൂർ ജയിലിൽ എങ്ങനെയാണ് 2018 സ്വർണ്ണക്കടത്തിന്റെ പണിയെടുത്തതിന് കേസിൽ അകപ്പെട്ട ശേഷം പിന്നീട് പരോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത് വീണ്ടും ഏപ്രിലും മെയിലും ഒക്കെയായി പരോൾ കിട്ടുന്നു. ഇപ്പൊ ഈ ജൂലൈ 30-ാം തീയതിയാണ് ഈ വിഷയം വന്ന ശേഷം ഈ സംഗതി വെളിപ്പെട്ട് പുറലോകാറിന് ശേഷം പരോൾ റദ്ദാക്കുന്നത്. അപ്പൊ ആ വിധത്തിൽ യഥേഷ്ടം പരോൾ കൊടുക്കുന്നത് ഓരോരുത്തർക്കും കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ കേസിൽ ഉൾപ്പെട്ട കുറ്റവാളികൾ മരിച്ചു പോകുമ്പോൾ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ ജയരാജൻ, രാകേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ചെന്ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് എന്ത് തലത്തിലാണ്? അപ്പൊ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി പറഞ്ഞ് പറ്റിക്കുകയാണോ? ഇതൊന്നും ലളിതമായി ഇത് സമ്മതിച്ചുകൊണ്ടെങ്കിലും സത്യസന്ധമായെങ്കിലും സംവദിച്ചുകൂടെ ശ്രീ ജയരാജ്? TP കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ ശിക്ഷയ്ക്ക് ശേഷം നമ്മളെല്ലാം കണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ശിക്ഷിക്കപ്പെട്ട ഈ പ്രതികൾ, കൊടിസുനി ആയാലും അതോടൊപ്പം തന്നെ ഷാഫി ആയാലും ഷിനോജ് ആയാലും രജീഷ് ആയാലും ഒക്കെ തന്നെ അവർക്ക് പ്രത്യേക തരത്തിലുള്ള പരിഗണന ജയിലിൽ കിട്ടുന്നു എന്ന് മാത്രമല്ല അവരൊക്കെ തന്നെയാണ് ജയിൽ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം അവിടെ ജയിലിനകത്ത് സൂപ്രണ്ട് എന്ന് പറയുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ്. സൂപ്രണ്ട് എന്ന് അവിടെ ഒരു വിലയില്ല. ഈ TP കേസിലെ പ്രതികളാണ് ആ ജയിൽ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അവിടെ പോസ്കോ കേസിൽ പ്രതികളായ അല്ലെങ്കിൽ മറ്റ് കേസിൽ പ്രതികളായി ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോള് കൊടുക്കാൻ ഇവർക്ക് കൈക്കൂലി കൊടുത്ത പരോള് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പള്ളിക്കുന്ന് വലിയ ഓഫീസറായ ഒരാൾ ഇതുപോലെ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് അയാൾക്ക് പരോൾ അനുവദിച്ചത് കൊടിസുനി ഇടപെട്ടിട്ടാന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ജയിലിൻ്റെ മുഴുവൻ ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ ജയിലിൻ്റെ സുരക്ഷിതത്വം മുഴുവൻ ഇവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് പോകുമ്പോൾ ഇതുപോലെയൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ, ഇവർക്ക് സൽക്കാരം ചെയ്തു കൊടുക്കണ്ടേ? അവർക്ക് ജയിൽ സൂപ്രണ്ടുമാരായി അവിടെ ഭരിക്കുന്ന ആളുകൾ കോടതിയിലേക്ക് പോകുമ്പോൾ അവർക്ക് മദ്യപിക്കണമെങ്കിൽ മദ്യപിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, എല്ലാം ചെയ്തു കൊടുക്കും. സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത് 17-ാം തീയതിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്.
ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഈ വിഷയം ഉന്നയിച്ചൊരു വിഷയമാണ്, പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ഈ ജയിലുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. മാത്രമല്ല ഈ TP കേസിലെ പ്രതികൾക്ക് ക്യാൻ ഹാഫ് വെക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശിച്ചിരിക്കുകയാണ്. അവർക്ക് ഒരു ചെക്കിങ്ങും ഇല്ല. അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അത് അകത്ത് വരുമ്പോൾ അവർക്കൊരു ചെക്കിങ്ങും ഇല്ല. അവർക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഹോട്ടലിൽ കയറാം, അവർക്ക് മദ്യഷാപ്പിൽ കയറാം, മദ്യം വാങ്ങിക്കാം. ഈ പ്രതി തന്നെ വിയൂരിൽ നിന്ന് തലശ്ശേരി വന്നപ്പോൾ മാഹിയിൽ വെച്ച് മദ്യം വാങ്ങിപ്പോയി എന്നുള്ള വാർത്ത മുമ്പേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? TP കേസിലെ പ്രതികളെ CPM-ന് സംരക്ഷിക്കണം. കാരണം അവരുടെ പല കാര്യങ്ങളും അവരുടെ നേതാക്കന്മാർ TPയെ കൊല്ലാനുള്ള മരണ വാറണ്ടിൽ ഒപ്പിടാൻ നേതൃത്വം കൊടുത്ത നേതൃത്വം, ആ നേതൃത്വത്തിൻ്റെ ഭയപ്പാടാണ്. അവരാണ് അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. സ്വാഭാവികമായും ആ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന അവർക്ക് ഇവരുടെ നാവിൽ നിന്ന് എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ ഇവർ പലപ്പോഴും ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാൻ സാധിക്കുമല്ലോ. ജയിലിൽ നിന്ന് തന്നെ പല ശിക്ഷിക്കപ്പെട്ട പ്രതികളും ഈ P ജയരാജന് വേണ്ടി തന്നെ CPM-ന്റെ കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തന്നെ വാർത്തയിൽ പുറത്തു വന്നതല്ലേ. അപ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കും സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇവരുടെ ബ്ലോക്കുകൾക്ക് പാചകപ്പുര ഉണ്ട്. ഒരു വാട്ടർ ടാങ്കിനോട് ചേർന്ന് ഒരു പാചകപ്പുരയുണ്ട്. അവിടെ ഇപ്പം ബുധനാഴ്ചയും അതോടൊപ്പം മറ്റു ദിവസങ്ങളാണ് അവിടെ മീൻ കൊടുക്കുക തടവുകാർക്ക്. പക്ഷേ ഇവർക്ക് എല്ലാ ദിവസവും മീനാണ്. മീൻ കറിയുണ്ട്, മട്ടനുണ്ട്, അതോടൊപ്പം തന്നെ വേണമെങ്കിൽ അൽഫാമുണ്ട്, ഷവർമയുണ്ട്. പ്രത്യേക പാചകപ്പുരയാണ്. ഒരു ജയിൽ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോകാറില്ല. ആ ഭാഗം അവർക്ക് വിഹരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ ഇതൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ നേട്ടമായിട്ടാണോ കാണുന്നത്? ഈ പ്രതികൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആഭ്യന്തര വകുപ്പിൻ്റെ നേട്ടമായിട്ടാണ്. ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്. ഈ പോയവരെല്ലാം CPM-ന്റെ പ്രധാനപ്പെട്ട അവരുടെ ഫ്രാക്ഷനിൽപ്പെട്ട ആളുകളാണ്, അവരുടെ അസോസിയേഷനിൽപ്പെട്ട ആളുകളാണ് ഈ പോലീസുകാർ. ആ പോലീസുകാരെയാണ് ഇവരെ അയക്കുന്നത്. അവരെ മാത്രമേ അയക്കൂ. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരെ TP കേസിലെ പ്രതികൾക്ക് അവരെ ജയിലിൽ നിന്ന് പുറത്ത് കോടതിയിൽ കൊണ്ടുപോകണമെങ്കിൽ മറ്റുള്ള ആളുകളെ ആരെ അയക്കില്ല. ഇവരുടെ വിശ്വസിക്കപ്പെടുന്ന വിശ്വാസകരായിട്ടുള്ള ആളുകളെ മാത്രമേ അത് അയക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അയച്ചുകൊണ്ട് അവിടെ തലശ്ശേരിയിലെ കോടതിയിൽ ഹാജരാവുകയും ഈ ഒരു കേസ് എനിക്ക് തോന്നുന്നു അവരെ കേസ് ക്രൈം നമ്പർ 768/2021 ഈ കേസിലാണ് ഇവരെ അന്ന് ഹാജരാക്കിയത്. ആ ഹാജരാക്കിയതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ പുകവലിക്കാനുള്ള സൗകര്യം പ്രത്യേകം ചെയ്തു കൊടുക്കും. പുകവലിക്കതിന് ശേഷം ഉച്ചയ്ക്ക് തിരിച്ചു പോകുമ്പോൾ കോടതി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഈ വിക്ടോറിയ ബാറിൽ വെച്ച് അവർക്ക് മദ്യപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഒരു ടീം വന്ന് ഇവരെ അങ്ങ് പൊതിഞ്ഞങ്ങ് കൊണ്ടുപോവാണ്. ഈ പോലീസുകാരൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒരു ഹെൽമെറ്റ് ധരിക്കാതെ ആരെങ്കിലും പോയാൽ അവരെ ചെകിടടിച്ച് മുറിക്കുന്ന ഒരു പോലീസാണ്. TP കേസിലെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട കൊലയാളികൾക്ക് ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിനകത്ത് ഒരു വാഴ വെച്ചെങ്കിൽ ആ വാഴയ്ക്ക് ഇതിനേക്കാളും എത്രയോ അന്തസ് ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള ആഭ്യന്തര വകുപ്പ് നടക്കുമ്പോൾ ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ലേ അത് ഞങ്ങളുടെയൊക്കെ തന്നെ ഇരിപ്പിടവും തങ്ങളുടെ അധികാര സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ അവരെ സർവ്വസ്വതന്ത്രരായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതി മരിച്ചപ്പോൾ അവർക്ക് അന്ത്യാഭിവാദം അർപ്പിക്കുന്നതിന് വേണ്ടി എന്താ ഇവർ ഈ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ പോയത് നമ്മൾ കണ്ടിട്ടില്ലേ? കുഞ്ഞനന്ദന് വേണ്ടി ആ കുഞ്ഞനന്ദൻ കൊലക്കേസിനകത്ത് ഗൂഢാലോചനയിൽ പ്രതിയാണെന്ന് കണ്ടെത്തുകയും ആ പ്രതിയെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ട് അയാൾ മരിച്ചപ്പോൾ എന്താ ചെയ്തത്? അയാൾക്ക് വീരോചിതമായിട്ടുള്ള യാത്രയപ്പല്ലേ അയാളെക്കുറിച്ച് അന്നത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിയായ ടീച്ചറമ്മയുടെ കമന്റ് കണ്ടിട്ടില്ലേ? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കമന്റ് കണ്ടിട്ടില്ലേ? അവരൊക്കെ തന്നെ പ്രതികളായി കോടതി കണ്ടെത്തിയ ആളുകൾ പോലും ഇവരുടെ പാർട്ടി കോടതി ശിക്ഷിക്കപ്പെടുന്നില്ല, അല്ല അവർ ശിക്ഷിക്കപ്പെട്ട ആളല്ല, അവരൊക്കെ തന്നെ നിരപരാധികളാണല്ലോ ഇവർ പറയുന്നത്. പാർട്ടിയുടെ കോടതിയാണല്ലോ തീരുമാനിക്കുന്നത് ആരെ കൊന്നു, ആരാണ് പ്രതി, ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടതെന്നുള്ളത് ഈ നാടിന് മുമ്പിൽ കണ്ടതല്ലേ? അവർക്കൊക്കെ തന്നെ വീരോചിതമായിട്ടുള്ള സ്വീകരണങ്ങളും അവർക്ക് സ്മാരകങ്ങളും ഒക്കെ ഈ നാട്ടിനകത്ത് കെട്ടിപ്പൊക്കുമ്പോൾ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോട് CPM-ന് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ കണ്ടിട്ടല്ലേ ഗോവിന്ദച്ചാമിമാർ ജയിലിൽ ചാടുന്നത്? വെറുതെയാണോ? ഈ കൊടിസുനിയും അതോടൊപ്പം തന്നെയുള്ള ആളുകളും ജയിലിൽ വരിക്കുമ്പോൾ ഗോവിന്ദച്ചാമിമാർക്കൊക്കെ അവിടെ സർവ്വ സുഖമാണ്, അവരാരും നോക്കാനില്ല. അതുകൊണ്ടാണല്ലോ ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിക്കടക്കാനുള്ള സൗകര്യം പോലും അവിടെ കിട്ടിയതെങ്കിൽ അവിടെ ആരാണ്, ഏത് പൂച്ചകളാണ് അവിടെ ഇരിക്കുന്നത്? എന്താ പണി? അവിടെ കാക്കിയിട്ട കുറേ എണ്ണം ഉണ്ടല്ലോ, അവിടെ നികുതി പണം വാങ്ങി ശമ്പളം വാങ്ങുന്നത്. ഇവനൊക്കെ എന്താ പണി? ഉറങ്ങുകയാണോ? അല്ലെങ്കിൽ ഇവൻ ഉറക്കം നടിക്കുകയാണോ? അതല്ലേ നമ്മുടെ നാട്ടിൽ റാഷിദ. ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ ഈ പ്രതിനിധി തന്നെ പറയുന്ന കേൾക്കുന്ന ആളുകൾ അരിയാഹാരം കഴിക്കുന്നവരാ കേരളത്തിലെ. അവരെ ബുദ്ധിയെയും അവരുടെ ഇതിനെയും നിങ്ങൾ അളക്കേണ്ട ആവശ്യമില്ല.
എന്താണ് നടന്നത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്ത് ആർക്ക് എന്ത് സസ്പെൻഷനാണ് ഇത്? നിർബാധം തുടരുകയല്ലേ ഇവിടെ. ഇപ്പം കൊടിസുനിയെ ഇപ്പം വയനാട്ടിൽ നിന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കാനുള്ള തീരുമാനം, പരോൾ റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തത്. എന്തുകൊണ്ടാണ്? ഇയാൾ ഇത് പുറത്ത് കടക്കാൻ, ഈ സ്റ്റേറ്റിന് പുറത്ത് കടക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. മറ്റ് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഇപ്പം പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ മറ്റ് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ അകത്തുനിന്ന് നടത്തുന്ന വേറെ പുറത്തെത്തിയാലും നടത്തുന്നു എന്നുള്ളത് കൃത്യമായി കാര്യം ഇവർക്കൊക്കെ അറിയുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ പോലീസുകാർക്ക് നിക്കക്കള്ളിയിലോടൊപ്പമാണ് അയാളെ പരോൾ ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുള്ള തീരുമാനം എടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പ്രതികളൊക്കെ തന്നെ പലപ്പോഴും ആ ജയിലിൽ കിടക്കാറില്ല. അവരൊക്കെ തന്നെ ഈ നിർബാധം ഈ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോവുക. അതിനകത്തൊരു പ്രതിയുണ്ട്, കിർമാണി മനോജ്. അഖിലേന്ത്യാ ഗുണ്ടാ സമ്മേളനം നടത്തി അവിടെ ലഹരി പാർട്ടി നടത്തിയിട്ട് പിടിക്കപ്പെട്ട ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ കേസിലെ TP കേസിൽ 51 വെട്ടുവെട്ടി കൊലക്കേസിലെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട കിർമാണി മനോജിനെ പിടിച്ചത് വയനാട് വെച്ചിട്ട് ഗുണ്ടാ സമ്മേളനം നടത്തുമ്പോൾ ആ സൗകര്യം ആരാ ചെയ്തു കൊടുക്കുന്നത്? മറ്റേതെങ്കിലും പ്രതികൾക്ക് ഈ സൗകര്യം കിട്ടുന്നുണ്ടോ? മറ്റ് രാഷ്ട്രീയ തടവുകാര മറ്റ് കേസുകളുടെ പ്രതികൾക്കാർക്ക് ഈ ഒരു സൗകര്യം കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇവർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. എന്നിട്ട് P. ജയരാജനെ പോലെ ആൾ പറയാം വളരെ ശക്തമാണ് ജയിൽ, വളരെ സുരക്ഷയാണ് ജയിൽ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ പിന്നെ കോഴിക്കോടിൻ്റെ മുമ്പിൽ കുറുക്കനേരെ കാവലേൽപ്പിക്കോ P. ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവിനെ ജയിൽ ഉപദേശക സമിതി അംഗമാക്കിയുള്ളത്? ഈ കൊലക്കേസിനകത്ത് പല ആളുകളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാനും അവരുടെ മരണ വാറണ്ടിൽ ഒപ്പിട്ട കേസിലെ പ്രതിയാണ് ജയരാജൻ. ആ ജയരാജനാണ് ജയിൽ നിയന്ത്രിക്കുമ്പോൾ അവിടെയുള്ള പ്രതികൾ ഇതിനേക്കാൾ അപ്പുറം ചെയ്യില്ലേ? ഇതിനേക്കാൾ അപ്പുറം കാര്യങ്ങൾ ചെയ്യില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? എന്നിട്ട് പറയും ഈ പരിഗണന കിട്ടിയ പ്രതികൾക്ക്, ഈ TP കേസിലെ പ്രതികൾക്ക് ഈ പരിഗണന കിട്ടി. അവർ VIP പരിവേഷത്തിലാണ് യാത്ര, VIP സംവിധാനത്തിലൂടെയാണ് അവർക്ക് സംവിധാനം. പോലീസുകാരെന്ന് പറയും ജിഷ്ണുവും വിനീഷും വൈശാഖും ഇവരൊക്കെ തന്നെ CPM-ന്റെ കറക്റ്റായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ആളുകളാണ്. അത്തരം ആളുകളെ അയക്കൂ. ഇവരെ നിങ്ങൾ നോക്കൂ, അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് വിലങ്ങ് വെക്കാറില്ല, തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ പരിശോധിക്കാറില്ല. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1, 2, 3, 6, 7 ബ്ലോക്കിലൊന്നും ഒരു മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കാറില്ല. ഇവരുടെ വിഹാര കേന്ദ്രമാണ്, ഇവരാണ് തീരുമാനിക്കുന്നത്. ഇതൊക്കെ എത്ര വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്ത് നടപടിയെടുത്തത്? എന്നിട്ട് ഈ ഇടതുപക്ഷ നിരീക്ഷകൻ പറയുക അത് പുതിയ കഥ വരാറായി. ഒരു മനുഷ്യനെ 51 വെട്ടുവെട്ടി കൊന്ന കൊലയാളികൾ, ആ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇവർക്കൊക്കെ തമാശയാണ്. ഒരു മനുഷ്യന്റെ ജീവൻ ഇതുപോലെ കൊലപ്പെടുത്തിയിട്ടാണ് അതിനെ ന്യായീകരിക്കുക, ഇത് ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന ഇയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇയാൾ പറഞ്ഞു പിന്നെ അഴീക്കോടൻ രാഘവൻ തെറ്റായ കാര്യം പറഞ്ഞതുകൊണ്ടാണ് MV ആര്യൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു വിമതനാണ് ആ കേസുമായി ബന്ധപ്പെട്ട ആള്. അതിൻ്റെ അകത്തുള്ള പാർട്ടിയിലെ ആളുകളെ ഇവർ കൊന്നത് കരുണാകരനോ കോൺഗ്രസിനോ പ്രതിയല്ല. അപ്പോൾ ഇല്ലാത്ത കഥകൾ ഇവർ പ്രചരിപ്പിക്കുകയാണ്. കോൺഗ്രസ് ആണ് കൊന്നത്. അത് നേരത്തെ ശ്രീ റാഷിദ് ചോദിച്ചല്ലോ, ആര്യാടൻ മുഹമ്മദിനെ എതിരായി വലിയ രൂപത്തിൽ പ്രചാരവേല കുഞ്ഞാലിയുടെ കൊലയാളി. ആ കുഞ്ഞാലിയുടെ കൊലയാളിയെ തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ MLA ആക്കി, മന്ത്രിയാക്കിയിട്ടുണ്ട്. ഇവർ പറയുന്ന ആര്യാടൻ മുഹമ്മദിനെ മാത്രമല്ലല്ലോ, സെയ്താലിയെ കൊന്ന കേസിലെ പ്രതി ശങ്കരനാരായണനെ ബാബുവും പാലിശ്ശേരിയാക്കി MLA ആക്കിയ പാർട്ടിയിലെ അപ്പൊ ഇവർ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും വലിയ അർത്ഥമുണ്ടോ ശ്രീ രാഷിദേ? ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ TP കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന കരുതലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ലോ ശ്രീ റാഷിദേ അതല്ല, ഞാൻ TP കേസിലെ പ്രതി ഷുഹൈബ് കൊലക്കേസിലെ പ്രതിക്ക് അവിടെ മണിയറ കൊടുത്തത് നിങ്ങൾ കേട്ടിട്ടില്ലേ? മണിയറ ഒരുക്കി കൊടുത്തില്ലേ? ആ പ്രതികൾക്ക് കിട്ടിയ സൗകര്യം കണ്ടിട്ടില്ലേ നിങ്ങൾ? അതോടൊപ്പം തന്നെ ഷുഹൈബിനെ, കൃപേഷെ, ശരത്ലാലിനെ കൊന്ന കേസിലെ പ്രതി, ആ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് വിപ്ലവ അഭിവാദ്യം മുഴക്കിക്കൊണ്ട് ജയിലിൽ സമ്മേളനം നടത്തിയവരല്ലേ ഇവര്? അതിന് മുമ്പിൽ നിന്ന ആളല്ലേ ജയരാജൻ? കേരളത്തിലല്ലാതെ വേറെ എവിടെയും നടക്കൂ ഇതൊക്കെ ഈ നാട് കണ്ടതല്ലേ? ശരി, അതാണ് കോൺഗ്രസിന്റെ മറുപടി.